ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെത്തുന്നവർക്ക് നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നൊരു വീട് കാണാം. ലക്ഷ്മി നിവാസ് എന്ന പേരുള്ള ഈ വീടിന്റെ അകവും പുറവും ചുമർ ചിത്രങ്ങളാണ്. അടുക്കളയിലും ഓണമുറിയിലും എല്ലായിടത്തും നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ. ഇത് വരച്ചിരിക്കുന്നത് ഷീബ ജോഷി എന്ന വീട്ടമ്മയാണ്. ഗുരുനാഥൻ ഇല്ലാതെ സ്വയസിദ്ധമായി ലഭിച്ച കഴിവാണെന്നും കോവിഡ് കാലത്ത് തയ്യൽ തൊഴിലാളിയായ ചിത്രകാരി കോവിഡ് മൂലം ബുദ്ധിമുട്ടിയപ്പോൾ ജീവിക്കാൻ ദൈവം കാണിച്ചു തന്ന വഴിയാണ് ചിത്രം വരയെന്നും ഷീബ പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് ഷീബ ജോഷി എന്നാണ്. ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. 4-ാം വാർഡാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 4-ാം വാർഡിലാണ് താമസിക്കുന്നത്. ചിത്രകല പഠിക്കണമെന്ന് ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. ചെറുതിലേ മുതലേ ഞാൻ പെൻസിൽ ഡ്രോയിങ് പേന കൊണ്ടുമൊക്കെ ചെയ്യുമായിരുന്നു. കൂടുതലും ഈശ്വരന്മാരുടെ രൂപങ്ങളൊക്കെയായിരുന്നു. ലക്സി പെൻ വെച്ചൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വരയ്ക്കുന്നത്. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മളുടെ സാഹചര്യം മോശമായ കൊണ്ട് പഠിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഇതുപോലൊരു പെയിൻറ്റിങ്ങിൻ്റേതായ ഒരു രീതിയിലേക്ക് വന്നു. ഭർത്താവ് പെയിൻറ്ററാണ്. അപ്പോൾ ചേട്ടനാണ് ഈ ഒരു രീതിയിലേക്ക് എന്നെ വഴി തിരിച്ചു വിട്ടത് ചേട്ടനാണ്. കോവിഡ് ബാധിച്ച് വീടിനകത്തിരുന്ന സമയത്താണ് നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനായിട്ടാണ് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ചിത്രങ്ങൾ വരച്ചിടുകയായിരുന്നു. ശരിക്കും എൻ്റെ ജോലി തയ്യലാണ്. തയ്യൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. സ്വന്തമായിട്ട് എനിക്കൊരു സ്ഥാപനമുണ്ട്. സ്റ്റിച്ചിങ് സെൻ്ററായിട്ട് ഞാൻ നടത്തുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് ജീവിതത്തിൻ്റെ മറ്റ് തിരക്കുകളും കൊണ്ട് നമുക്ക് ചിത്രരചനയിലേക്ക് തിരിയാനായിട്ട് സമയം കിട്ടിയിരുന്നില്ല. ക്വാറൻറ്റീനിലിരുന്ന സമയത്താണ് ഞാൻ വീട്ടിൽ തന്നെ അടച്ചിരുന്നുള്ളൊരു ഇതും പിന്നീട് നമ്മൾ ജീവിതത്തിൽ എനിക്ക് രോഗം ഇച്ചിരി കടുത്തു പോയായിരുന്നു. ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരാൻ പറ്റുമെന്നൊരു ഉറപ്പെനിക്കില്ലായിരുന്നു. മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് ഞാൻ വരച്ചിട്ടൊരു ചിത്രമാണ് ഫേസ്ബുക്കിലൂടെയൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഇത് കൂടുതൽ അറിയപ്പെട്ടത്. ഇത് കഴിഞ്ഞിട്ട് കോവിഡിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രതിനിധികൾ, നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ നിന്ന് ഗീതാ കാർത്തിക മാമും സന്തോഷ് കുമാർ സാറുമാണ് ആദ്യമായിട്ട് വീട്ടിലെത്തി ആദരിക്കുകയും ചാനലിലൂടെ പുറം ലോകം അറിയപ്പെടുകയും ചെയ്തു. പുറം ലോകത്തേക്ക് എൻ്റെ ചിത്രങ്ങൾ എത്തിച്ചത് സന്തോഷ് കുമാർ സാറാണ്. ഭർത്താവ് ജോഷിയും മക്കൾ സ്വാതിലക്ഷ്മിയും ശ്രുതിലക്ഷ്മിയും പൂർണ്ണ പിന്തുണയോടെ ഒപ്പമുണ്ടെന്നും ഇവർ പറയുന്നു. ആലപ്പുഴ ജില്ലയിലും പുറത്തുമുള്ള സ്കൂളുകൾ, അംഗനവാടികൾ, ആരാധനാലയങ്ങൾ അങ്ങനെ നീളുന്നു ഷീബ ജോഷിയുടെ ചിത്രരചനകൾ. ഇപ്പൊ ശരിക്കും ആലപ്പുഴ ജില്ലയുടെ നമ്മൾ ഒത്തിരി സ്കൂളുകൾ അംഗൻവാടികൾ ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ അംഗനവാടികൾ, പുതുശ്ശേരി പഞ്ചായത്തിന്റെ സ്മാർട്ട് അംഗനവാടി, കേരളത്തിലെ മിക്കവാറും ഉള്ള ജില്ലകളിലെല്ലാം വരച്ചിട്ടുണ്ട്. കൊച്ചി നഗരസഭ ചെയ്ത് അങ്ങനെ ഒത്തിരി കുറച്ചധികമെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ ഒരു ഭാഗ്യം ലഭിച്ചു. കൊച്ചി നഗരസഭയുടെ ഏത് ചിത്രം വരച്ചേ? അംഗൻവാടികളാണ്, സ്മാർട്ട് അംഗനവാടികളുടെ വർക്കുകളാണ് നമ്മൾ ചെയ്തത്. ക്ഷേത്രം വർക്കുകളാണ് എനിക്ക് കൂടുതലും. ക്ഷേത്രം വർക്കുകൾ, തിരുമല ദേവസ്വത്തിന്റെ ഏൻപുര ക്ഷേത്രം, ആലപ്പുഴ തുറവൂർ ക്ഷേത്രം ഒക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ ശില്പങ്ങൾ പെയിന്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് കൂടുതലായിട്ട് വരാറുണ്ട്. സ്വന്തം വീട് മാത്രമല്ല ചിത്രങ്ങൾ കൊണ്ട് ഇവർ നിറച്ചിരിക്കുന്നത്. 100-ൽ പരം മറ്റുള്ളവരുടെ വീടുകളിലും ഷീബയുടെ ബ്രഷ് സ്പർശം ഇതിനോടകം പതിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് ജോഷി പെയിൻറ്ററാണ്. 2 കുട്ടികളാണ്.
മൂത്തയാള് സ്വാതിലക്ഷ്മി, ഇളയാള് ശ്രുതിലക്ഷ്മി. DVHS ചാരമംഗല സ്കൂളിലാണ് മക്കൾ പഠിക്കുന്നത്. മക്കൾ വരയ്ക്കുവോ? വരയ്ക്കും. കുട്ടികൾക്ക് കഴിവുണ്ട്. നമുക്ക് ഇപ്പം തന്നെ നമുക്കറിയാം, എൻ്റെ പ്രായത്തിൽ ഞാൻ അന്ന് വരയ്ക്കുന്നതിനേക്കാൾ ഒരുവിധം നന്നായി തന്നെ മൂത്തയാൾ സ്വാതിലക്ഷ്മി വരയ്ക്കാറുണ്ട്. ചാരമംഗല സ്കൂളിൽ ഞങ്ങൾക്ക് സ്കൂൾ വർക്ക് വർണ്ണക്കൂടാരമൊക്കെ ചെയ്യാനായിട്ട് അവസരം ലഭിച്ചായിരുന്നു. 3 തവണയോളം ഞാൻ ഇവിടെ ചിത്രങ്ങൾ വരച്ച് ഒരു ക്ലാസ് റൂം വരച്ചായിരുന്നു ആദ്യം. അപ്പോഴൊക്കെ മക്കളുടെ സപ്പോർട്ട് നമുക്ക് നല്ലപോലെ ഉണ്ട്. കുടുംബമായി പോയി വരയ്ക്കുന്നു എന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. ഇപ്പോൾ നാട്ടിൽ ചിത്രകലാ കുടുംബം എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. എന്നാൽ ചിത്രകല പഠിക്കാൻ കഴിയാത്ത വലിയ സങ്കടത്തിലാണ് ഈ ചിത്രകാരി. നമ്മളെല്ലാ മീഡിയം ഇപ്പൊ എമർഷനിലാണ് ഞാൻ ആദ്യമൊക്കെ വരച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ അക്രിലിക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ക്യാൻവാസിലൂടെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നമ്മൾ അക്രിലിക്കാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് മ്യൂറൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. മ്യൂറൽ വർക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വരയ്ക്കുന്നത് എല്ലാം രാധേയം കൃഷ്ണനെയാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വരയ്ക്കുന്നത്. മ്യൂറൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, പഠിക്കണമെന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ മനസ്സിൽ നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാതെ പോയ ഒരു വേദനയായിട്ട് കിടക്കുന്നത് പഠനം തന്നെയാണ്. പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഞങ്ങൾ 6 മക്കളായിരുന്നു. അപ്പൊ അച്ഛനെ എല്ലാവരെയും ഒന്നും പഠിപ്പിക്കാൻ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തൊരു കുടുംബമായിരുന്നു എൻ്റെത്. ഓരോ വീടുകളിൽ വീട്ടുജോലിക്ക് നിന്നാണ് ഞാൻ പഠിച്ചത്. ബികോം ഫസ്റ്റ് ഇയർ വരെ ഞാൻ പോയി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് അച്ഛൻ മരണപ്പെടുകയും നമ്മൾ വീടിൻ്റെതായ ബുദ്ധിമുട്ട് കൊണ്ട് ചുമതലകൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ ഞാൻ അതോടെ പഠിത്തം നിർത്തി ജോലി തേടി പോവുകയായിരുന്നു. കൃഷ്ണഭക്തിയായ ഈ കലാകാരിയുടെ ജീവിതാഭിലാഷം മോഹൻലാലിന്റെ ചിത്രം വരച്ച് അദ്ദേഹത്തിന് നേരിൽ സമ്മാനിക്കണം എന്നതാണ്. വർക്കിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഞാൻ ജൽജീവൻ മിഷന്റെ ആലപ്പുഴ ജില്ലയുടെ വർക്ക് ഏറ്റെടുത്ത് നടത്തിപ്പോരുകയാണ്. ഇപ്പൊ 13 പഞ്ചായത്തുകൾ കവർ ചെയ്ത്, ഒരു പഞ്ചായത്തിൽ തന്നെ 40 സൈറ്റ് വീതം നമ്മൾ 13 പഞ്ചായത്തുകൾ ഇപ്പൊ ചെയ്തു തീർന്നു. വർക്ക് ഇപ്പോൾ നടക്കുന്നത് അരൂക്കുറ്റി പഞ്ചായത്തും മണ്ണഞ്ചേരി പഞ്ചായത്തുമാണ്. ആ ഒരു ലെവലിലേക്കാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. എനിക്ക് ഫിഗർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം ബേസിക് പഠിച്ചിട്ടില്ലാത്ത കൊണ്ട് എനിക്ക് ഫിഗർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഫിഗറൊക്കെ ചെയ്ത് എനിക്ക് ലാലേട്ടൻ ഫാൻ ആണ്. ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് വരയ്ക്കണമെന്നുള്ള ഒരു ആഗ്രഹം അതാണ് ഏറ്റവും കൂടുതലായിട്ട്. പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കൊന്ന് ചെയ്യാനൊരു ഭയം. അപ്പൊ പഠിച്ചിട്ട് എനിക്ക് തീർച്ചയായിട്ടും അതൊരെണ്ണം ചെയ്യണമെന്നൊരു ആഗ്രഹം ശരിക്കും. ഒരെണ്ണം വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആത്മവിശ്വാസം. എനിക്കിപ്പോൾ 3D ചിത്രങ്ങൾ, അപ്പം ഇതിൽ കിടക്കുന്ന എല്ലാം വ്യത്യസ്തമായ ചിത്രങ്ങളാണ്. 3D ചിത്രങ്ങൾ, 3D ഷാഡോ, അതേപോലെ തന്നെ നമുക്ക് പുട്ടി വർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടാവും. പുട്ടിയിലൊക്കെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പം നമ്മൾക്ക് എന്തൊക്കെ കഴിവുകൾ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമെന്ന് നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുമ്പോൾ തെറ്റ് ശരിയും നമ്മൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. പിന്നീട് നമ്മളുടെ ചിത്രങ്ങൾ അന്നത്തേക്കാളും മെച്ചപ്പെട്ട് ഇപ്പൊ ക്യാൻവാസിലൊക്കെ ആണെങ്കിലും ഒത്തിരി പ്രദർശനങ്ങൾക്ക് നമ്മൾ പോകുന്നുണ്ട്. ലളിതകലാ അക്കാദമിയിൽ, ആലപ്പുഴയിൽ, തൃശ്ശൂർ കലാമണ്ഡലത്തിൽ ഒക്കെ ആയിട്ട് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ക്യാമ്പുകളിലും പ്രദർശനങ്ങളിലും ഒക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റി. മേരാക്കി പോലെയുള്ളൊരു ഗ്രൂപ്പുണ്ട് നമുക്ക്, വുമൺസിൻ്റെയാണ്, തൃശ്ശൂർ മേലാക്കി, പ്രതീക്ഷ സുബിനാണ് എൻ്റെ ഇത്. അപ്പം നമ്മൾ അവരുടെയൊക്കെ കൂടെ ഒത്തിരി അറിവുള്ള കലാകാരന്മാരുടെ കൂടെ, കലാകാരികളുടെ കൂടെ പ്രവർത്തിച്ച് വന്നപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. കുഞ്ഞുനാൾ മുതലേ കൃഷ്ണഭക്തി ആയതുകൊണ്ടായിരിക്കണം കൃഷ്ണന്റെ എല്ലാ രൂപങ്ങളും ഞാൻ
ചെറുതിലെ മുതലേ ഉള്ള എല്ലാ രൂപങ്ങളും ഞാൻ വരച്ചിട്ടുണ്ട്. ദശാവതാരം വരെ വരച്ച്. ഏറ്റവും തൊടാൻ ഭയം എനിക്ക് നരസിംഹം തന്നെയായിരുന്നു. നരസിംഹമൂർത്തിനെ വരയ്ക്കാൻ ഭയമായിരുന്നു. അത് ഞാൻ ഏയൻപുര ക്ഷേത്രത്തിൽ നമുക്ക് അതും അങ്ങനെ ചെയ്യാൻ സാധിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത്, ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ പഞ്ചായത്ത്, DVHS ചാരമംഗല സ്കൂൾ, കഞ്ഞിക്കുഴി ബ്ലോക്ക്, അങ്ങനെ നമ്മളുടെ ഒത്തിരി ആദരവുകൾ നമുക്ക് കിട്ടി. കുടുംബശ്രീ ജില്ലാ മിഷൻ, അങ്ങനെ ഒത്തിരി ആദരവുകൾ കിട്ടിയായിരുന്നു. ഇപ്പം നമ്മൾ സ്വയസിദ്ധമായ രീതിയിലാണ് ഇപ്പം നമുക്ക് ഈ വര കിട്ടിയിരിക്കുന്നത്, നമുക്ക് വരയ്ക്കാനുള്ള കഴിവ് കിട്ടിയത്. ഈ പുതിയ രംഗത്ത് നിൽക്കുന്നവരോട് അല്ലെങ്കിൽ പുതിയ രംഗത്തേക്ക് ഇതിലേക്ക് വരുന്നവരോട് പറയാനുള്ള എന്താണ്? എനിക്കങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട്. കാരണം സ്ത്രീകൾ മുന്നോട്ട് കടന്നു വരാൻ മടിക്കുന്ന ഒരു മേഖലയാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ കൂടുതലും ചെയ്യുന്ന വാളിലാണ്. പൊതുനിരത്തുകളിൽ വെയിലും മഴയും ഒന്നും നമ്മൾ കാര്യമാക്കാതെ, പൊടിയെ നമുക്കൊന്നും പ്രശ്നമാക്കാതെ, കരുത്തോടെ ഒരു പവറോടെ എനിക്ക് അവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ഭർത്താവ് സപ്പോർട്ടോടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു രീതിയിലേക്ക് നമ്മളുടെ ഉള്ളിലുള്ള കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് എല്ലാവർക്കുമായിട്ട് കൊടുക്കാനുണ്ട്. കാരണം സ്ത്രീകൾ കടന്നു വരാൻ മടിക്കുന്ന ഒരു മേഖലയാണ് ഇത്. പുരുഷാധിപത്യം അങ്ങനെ പറയുന്നതല്ല ഞാൻ. കൂടുതലും വാൾ വർക്കുകൾ പരസ്യ മേഖല എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് കൂടുതലും ചെയ്തു വരുന്നത്. ധൈര്യപൂർവ്വമാണ് ഞാൻ മുന്നോട്ട്. അത് ശരിക്കും വെല്ലുവിളിയായിരുന്നു. ഒത്തിരി വെല്ലുവിളി നേരിട്ട് തന്നെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഇപ്പോൾ എൻ്റെ ഒരു സിഗ്നേച്ചർ എനിക്ക് ഇവിടെ പതിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ചുമർ ചിത്രങ്ങളുടെ വസന്തങ്ങൾ തീർക്കുന്ന ഷീബ ജോഷി തന്റെ ആഗ്രഹം സഫലമാകുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.